നാലാമത്തെ സവിശേഷത, പരിശുദ്ധ ഖുർആനിന്റെ നാലാമത്തെ സവിശേഷത, ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന അബദ്ധധാരണകൾ പോലും ഖുർആനിലില്ല എന്നുള്ളത്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്ടനെ പോലെ, ഐൻസ്റ്റീനെ പോലെ, കോപ്പർനിക്കസിനെ പോലെ എല്ലാമുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരുണ്ട്. അവർക്കുണ്ടായിരുന്ന അബദ്ധധാരണകൾ പോലും ഖുർആനിലില്ല. ഉദാഹരണത്തിന് പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന വിശ്വാസം. എന്നും പ്രപഞ്ചം ഇതേപോലെ തന്നെയാണ് എന്നായിരുന്നു ആ 930-കൾ വരെയുള്ള ശാസ്ത്രലോകത്തെ വിശ്വാസം. പ്രപഞ്ചം സ്റ്റാറ്റിക് ആണ്. പ്രപഞ്ചം സ്റ്റാറ്റിക് ആണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ മാറ്റമൊന്നുമില്ല, പ്രപഞ്ചം മൊത്തത്തിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നായിരുന്നു വിശ്വാസം. എങ്ങനെ? ഇപ്പൊ ഈ ക്ലാസ് റൂം എപ്പോഴും ഇങ്ങനെ തന്നെ. ക്ലാസ് റൂമിൽ ആള് വരും പോവുകയും ചെയ്യാം, പക്ഷേ ക്ലാസ് റൂം ആസ് ഇറ്റ് ഈസ് മാറ്റമൊന്നുമില്ലല്ലോ. ഈ ക്ലാസ് റൂമിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കുന്നല്ല ഉണ്ടാകാം, പക്ഷേ ആസ് ഇറ്റ് ഈസ് ഈ ക്ലാസ് റൂം എന്നുള്ള നിലക്ക് ഇതിന് മാറ്റമൊന്നുമില്ല. ഇങ്ങനെയാണ് പ്രപഞ്ചം എന്നായിരുന്നു 930 വരെയുണ്ടായിരുന്നു നമ്മുടെ വിശ്വാസം. എന്നാൽ 1929 ഈ വിശ്വാസത്തിന് പിന്നെ ഐൻസ്റ്റൈൻ ഈ വിശ്വാസത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്ഥലകാല നൈരന്തര്യത്തിന്റെ പ്രപഞ്ച വ്യാഖ്യാനത്തിൽ ഒരു കോൺസ്റ്റന്റിനെ പ്രത്യേകമായി അദ്ദേഹം നിയോഗിക്കുക പോലും ചെയ്തു. അത് വളരെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ 1929 ഗോളശാസ്ത്ര രംഗത്ത്, അസ്ട്രോണമിയുടെ രംഗത്ത് ഒരു ആറ്റം ബോംബിന്റെ സ്ഫോടനം ഉണ്ടാക്കിയ ഒരു വർത്തമാനവുമായിട്ടാണ് എഡ്വിൻ പി ഹബിൾ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ രംഗത്ത് വന്നത്. എന്തായിരുന്നു ആറ്റം ബോംബിന്റെ സ്ഫോടനം? അദ്ദേഹം പറഞ്ഞു, പ്രപഞ്ചം ഓരോ നിമിഷവും മാറ്റത്തിന് വിധേയമാണ്, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എഡ്വിൻ പി ഹബിൾ ആണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പ് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബലൂൺ നമ്മളിങ്ങനെ വീർപ്പിക്കുന്ന സമയത്ത് ബലൂണിലെ പുള്ളികൾ പരസ്പരം ഇങ്ങനെ അകന്നകന്ന് പോകില്ലേ, അകന്നു പോകും. ഇതേപോലെ പ്രപഞ്ചത്തിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങളും, ഗാലക്സികൾ എന്നാണ് നക്ഷത്രക്കൂട്ടങ്ങൾക്ക് പറയാ, ഈ നക്ഷത്രക്കൂട്ടങ്ങൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്താ? പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ബലൂൺ വികസിക്കുമ്പോഴാണ് കുത്തുകൾ അകല, ഇതേപോലെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ആ വികാസത്തിന്റെ ശാസ്ത്ര നിയമം അദ്ദേഹം പറഞ്ഞു, V0 = H0R. V എന്ന് പറഞ്ഞാൽ വികസിക്കുന്നതിന്റെ വേഗതയാണ്, H0 ഹബിൾ നിയതാങ്കം, ഹബിൾസ് കോൺസ്റ്റന്റ്, R നമ്മിൽ നിന്നുള്ള ദൂരം. അഥവാ നമ്മിൽ നിന്ന് എത്ര ദൂരത്താണോ ഒരു ഗാലക്സി ഉള്ളത്, അത്രയും സ്പീഡിൽ, അത്രയും വെലോസിറ്റിയിൽ, അത്രയും പ്രവേഗത്തിൽ അത് അകന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം അനുനിമിഷം മാറ്റത്തിന് വിധേയമാണ്, മാറിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് 1929 അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടപ്പോ ശാസ്ത്രലോകത്തിന്റെ അതിന് ഐൻസ്റ്റൈൻ അടക്കം, അന്ന് ഐൻസ്റ്റൈൻ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം അംഗീകരിച്ചില്ല, ഇതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എഡ്വിൻ പി ഹബിളിന്റെ സിദ്ധാന്തം ശരിയാണ് എന്ന് ശാസ്ത്രലോകത്തിന് അംഗീകരിക്കേണ്ടി വന്നു. അദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ എല്ലാം കണ്ടുപിടിക്കുന്ന അവസ്ഥയുണ്ടായി. 3 കെൽവിൻ റേഡിയേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതടക്കം 1980-കളിൽ കണ്ടുപിടിച്ചപ്പോ ഇതിനെതിരെ നിന്നിരുന്ന മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ഇത് ശരി തന്നെയാണെന്ന് അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് ശാസ്ത്രലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്തൊരു കാര്യമാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്ന കാര്യം. ഖുർആനിൽ നിങ്ങൾ നോക്കുക, ഖുർആനിൽ പ്രപഞ്ചത്തെക്കുറിച്ച്, സമാഅനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്. ഖുർആനിൽ എവിടെയും ഒരു സ്ഥലത്ത് പോലും അത് എന്നും ഇതേപോലെ നിലനിൽക്കുന്നതാണ്, മാറ്റമില്ലാത്തതാണ് എന്നൊരു പരാമർശം കാണാൻ സാധ്യമല്ല. എന്നാൽ ഖുർആൻ പറയുന്നത് അത്ഭുതകരം. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഖുർആൻ 51-ാമത്തെ അധ്യായം സൂറത്ത് ദാരിയാത്തിലെ 47-ാമത്തെ വചനത്തിൽ, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസിഊൻ. നാമാണ് നമ്മുടെ കരങ്ങൾ കൊണ്ട് ഈ ആകാശലോകങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1929 എഡ്വിൻ പി ഹബിൾ പറഞ്ഞപ്പോ ശാസ്ത്രലോകത്ത് ഐൻസ്റ്റൈൻ അടക്കം അംഗീകരിക്കാതിരുന്ന കാര്യം പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ ആ പടച്ചതമ്പുരാന്റെ പ്രസ്താവനയായി പറഞ്ഞു വെച്ചതാണ് നമ്മൾ കാണുന്നത്. ഖുർആനിലെ സ്റ്റാറ്റിക് ആണ് എന്ന ഒരു പരാമർശം പോലും ഇല്ല, അത് മാറ്റമില്ലാത്തതാണ് എന്നൊരു പരാമർശം പോലും ഇല്ല എന്നതുപോലെ തന്നെ ഖുർആനിലെ പ്രപഞ്ചത്തിലെ മാറ്റത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അത്ഭുതകരം പരിശുദ്ധ ഖുർആനിന്റെ അവസ്ഥ എന്ന് മാത്രമേ നമുക്ക് പറയാൻ നിർവാഹമുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ, പ്രപഞ്ച വികാസ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എഡ്വേർഡ് ലൈമാത്ര രൂപകൽപ്പന നൽകിയ സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം അഥവാ ബിഗ് ബാങ് തിയറി. പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം ഒരു പ്രൈമോഡിയൽ ന്യൂക്ലിയസ് ആയിരുന്നു, അഥവാ ഒരു ന്യൂക്ലിയസ് ആയിരുന്നു, ഒരു ആദിമ പിണ്ഡാവസ്ഥയിലായിരുന്നു. അത് പൊട്ടിത്തെറിച്ചിട്ടാണ് മഹാവിസ്ഫോടനത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളതെന്നും ആ
വിസ്ഫോടനത്തിനാണ് മഹാവിസ്ഫോടനം, ബിഗ് ബാങ് എന്ന് പറയുക. അതിനു മുൻപ് എന്തായിരുന്നു പ്രപഞ്ചം, എങ്ങനെയായിരുന്നു അതിന്റെ നിയമങ്ങൾ നമുക്ക് പറയാൻ സാധ്യമല്ല എന്നും അത് മുതൽക്കേ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നുമുള്ള സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി. ഈ സിദ്ധാന്തത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു ആദിമ പദാർത്ഥത്തിൽ നിന്നാണ് എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും ഉണ്ടായത് എന്ന കാര്യത്തിൽ ഗോളശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഇന്ന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അഥവാ പ്രപഞ്ചം ഒരൊറ്റ പദാർത്ഥത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നർത്ഥം. ഖുർആൻ ഈ വിഷയത്തിൽ എന്താ പറയുന്നത് നോക്ക് നിങ്ങൾ. ഖുർആൻ പറയാണ്, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ. അവിശ്വാസികൾ കാണുന്നില്ലേ, ആകാശ വസ്തുക്കളും ഭൂമിയുമെല്ലാം ഒന്നായിരുന്നു, ഒരു റത്ഖായിരുന്നു, കൂടിച്ചേർന്നു കൊണ്ടായിരുന്നു എന്ന്. ഫഫതഖനാഹുമാ, നാം ആണ് അതിനെ വേർപെടുത്തിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇതെല്ലാം കൂടിച്ചേർന്നതായിരുന്നു എന്നും നമ്മളാണ്, പടച്ചവനാണ് ഇതിനെ വേർപെടുത്തിയത് എന്നും അവിശ്വാസികൾ കാണുന്നില്ലേ. മഹാവിസ്ഫോടന സിദ്ധാന്തം ഇന്ന് പരിശുദ്ധ ഖുർആനിന്റെ സത്യതയ്ക്ക് തെളിവ് നൽകുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.